അപ്പോൾ എല്ലാവരും ഈ ഇലക്ഷൻ ആഘോഷത്തിലായിരിക്കും. റിസൾട്ടൊക്കെ ആഘോഷിക്കും. ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ ഇലക്ഷനിൽ 10,000-ന് മുകളിൽ വോട്ട് നേടി ജയിക്കുമെന്ന് വീരവാദം അടിച്ച അഖിൽ മാരാറിന്റെ പൊടി പോലും കാണാനില്ല. പലരെയും വെല്ലുവിളിച്ച് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ താൻ ജയിച്ചു എന്ന് പറയുന്നത് കേൾക്കാൻ താൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ വലിയ ഓവർ കോൺഫിഡൻസിലൊക്കെ പറഞ്ഞ വ്യക്തിയാണ് അഖിൽ മാരാർ. പക്ഷേ വോട്ടിന്റെ കണക്ക് നോക്കിയപ്പോൾ അഖിൽ പറഞ്ഞ 10,000 വോട്ട് പോലും അഖിലിന് ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഏകദേശം 9,500 വോട്ട് മാത്രമാണ് അഖിലിന് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല 25,000 വോട്ടിന് മുകളിൽ ഇപ്പോൾ അഖിൽ മാരാർ പിന്നിലുമാണ്. സത്യം പറഞ്ഞാൽ അഖിൽ ഈ ഒരു കാര്യം മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കാം ഭാര്യയും കൊണ്ട് ഇപ്പോൾ ഭാര്യ ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയ സ്റ്റോറികളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഇലക്ഷന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും, ഞാനും കാത്തിരിക്കുന്നു, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അഖിൽ സ്റ്റോറി പങ്കുവച്ചിട്ടുള്ളത്. അഖിലിനെതിരെ ഒരുപാട് പേർ കളിയാക്കിക്കൊണ്ടൊക്കെ രംഗത്ത് വരുന്നു. നിലപാടില്ലായ്മയാണ് അഖിൽ മാരാറിന് ഏറ്റവും വലിയ വെല്ലുവിളിയായത്. ഇവനെയൊക്കെ പിടിച്ച് ആരാണ് ഈ പാർട്ടിയിൽ നിർത്തിയെന്നും ഇന്ന് പറയുന്ന കാര്യം നാളെ മാറ്റി പറയുന്ന ഇവൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എന്ത് ചെയ്യാനാണ് എന്നുള്ള ചോദ്യം മുൻപേ ആളുകൾ ഉന്നയിച്ചതാണ്. പക്ഷേ താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, താൻ എന്തായാലും രാഷ്ട്രീയത്തിൽ ഒരു വലിയ രീതിയിലാവും, ഇത്തവണ അത് ഞാൻ തെളിയിച്ചു തരും എന്നൊക്കെയായിരുന്നു അഖിലിന്റെ വീരവാദം. എന്തായാലും ഇപ്പോൾ അഖിൽ മാരാറിന്റെ പൊടി പോലും കാണാനില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.